സംസ്ഥാന ബിജെപിയെ ഇനി മുതൽ രാജീവ് ചന്ദ്രശേഖർ നയിക്കും. രാജീവ് ചന്ദ്രശേഖറിനെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുത്തു. കേരളത്തിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷിയാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന കൌൺസിലിൽ രാജീവ് ചന്ദ്രശേഖറുടെ പേര് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു. ഓസ്ട്രേലിയയിൽ AI സെമിനാറിലേക്ക് പോകാൻ ഒരുങ്ങിയതായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. ഇതിനിടെയാണ് തിരുവനന്തപുരത്ത് കോർ കമ്മിറ്റി യോഗത്തിനെത്തണം എന്ന നിർദ്ദേശം ഡൽഹിയിൽ നിന്നെത്തുന്നത്. ഇതോടുകൂടി ചില സൂചനകൾ വന്നിരുന്നു. രാവിലെ കോർ കമ്മിറ്റിക്ക് മുൻപ് പ്രകാശ് ജാവ്ദേക്കർ ആദ്യം രാജീവ് ചന്ദ്രശേഖറോട് സംസാരിച്ചിരുന്നു. പിന്നീട് നേതാക്കളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ട് അധ്യക്ഷൻ രാജീവാണ് എന്ന സന്ദേശവും നൽകി. തുടർന്ന് യോഗത്തിൽ ഔദ്യോഗിക അറിയിപ്പ് വരികയായിരുന്നു. ബിജെപി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന നേതാക്കളുടെയും സംസ്ഥാനത്ത് നിന്നുള്ള കേന്ദ്രമന്ത്രിമാരുടെയും സാന്നിധ്യത്തിൽ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് അദ്ദേഹം വരണാധികാരിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അതേസമയം കോർ കമ്മിറ്റിയിലും സംസ്ഥാന സമിതിയിലും അഴിച്ചുപണി ഉണ്ടായേക്കും. സീനിയർ നേതാക്കൾക്കൊപ്പം യുവാക്കളും സംഘടനാ അഴിച്ചുപണിയുടെ ഭാഗമാകുമെന്നാണ് സൂചനകൾ. സംസ്ഥാന ബിജെപിയിൽ നിലനിൽക്കുന്ന ഗ്രൂപ്പുകൾക്കെതിരായ കേന്ദ്രത്തിന്റെ വ്യക്തമായ സന്ദേശമാണ് രാജീവിന്റെ അധ്യക്ഷ സ്ഥാനമെന്നാണ് ചർച്ചകൾ. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേതാക്കൾക്കിടയിലെ ഗ്രൂപ്പ് പോര് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിനെ കാത്തിരിക്കുന്ന വെല്ലുവിളികൾ. PK കൃഷ്ണദാസ്, V മുരളീധര പക്ഷത്തിന്റെ എല്ലാ പ്രതീക്ഷയും തെറ്റിച്ചുകൊണ്ടാണ് രാജീവ് അധ്യക്ഷ പദവിയിലെത്തുന്നത്. സംസ്ഥാന പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും തടസ്സം നിൽക്കുന്നത് നേതാക്കൾക്കിടയിലെ ഗ്രൂപ്പ് പോരാണ് എന്ന ചർച്ച ഇതിനോടകം തന്നെ ശക്തമായിട്ടുണ്ട്. ഇരുപക്ഷത്തു നിന്ന് ആരെങ്കിലും അധ്യക്ഷ സ്ഥാനത്ത് എത്തിയാൽ ഇതിന് കുറവുണ്ടാകില്ല എന്ന് നേതൃത്വം തിരിച്ചറിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് രാജീവ് ചന്ദ്രശേഖറിനെ തലപ്പത്തേക്ക് എത്തിച്ചത്. വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് രാജീവിന്റെ മുന്നിലുള്ള മറ്റൊരു വെല്ലുവിളി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വിജയവും വോട്ട് വിഹിതത്തിലെ വർധനയും തന്റെ കഴിവാണ് എന്ന് വിശ്വസിച്ച് K സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നുണ്ട്. ഇനി മുന്നിലുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. നേതാക്കളെ ഏകോപിപ്പിച്ച് നേട്ടമുണ്ടാക്കേണ്ടത് രാജീവിന്റെ ചുമതലയാണ്. എന്നാൽ ജില്ലാ നേതാക്കളുമായോ സംസ്ഥാനത്തെ പ്രധാന നേതാക്കളുമായോ രാജീവിന് അത്ര പരിചയം ഇല്ല എന്ന തരത്തിൽ പോലും ചർച്ചകൾ വരുന്നു. എന്നാൽ ഇതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറുടെ തീരുമാനം. കർണാടകയിൽ നിന്ന് സ്വതന്ത്രനായി രാജ്യസഭയിൽ എത്തിയതാണ് രാജീവ് ചന്ദ്രശേഖർ. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെത്തിയ രാജീവിന് മുന്നണി രാഷ്ട്രീയത്തിലെ പരിചയക്കുറവും വെല്ലുവിളി സൃഷ്ടിച്ചിരുന്നു. എന്നാൽ എല്ലാ പോരായ്മകളെയും മറികടക്കാനുള്ള കഴിവ് രാജീവിനുണ്ട് എന്നാണ് കേന്ദ്ര നേതൃത്വം ഉറച്ച് വിശ്വസിക്കുന്നത്. സുരേന്ദ്രന് പുറകെ ആര് അധ്യക്ഷനാകുമെന്ന ചർച്ചകൾ മാസങ്ങൾക്ക് മുൻപേ തുടങ്ങിയിരുന്നു. എല്ലാ അഭ്യൂഹങ്ങൾക്കും ഒടുവിലാണ് സീനിയർ നേതാക്കൾക്ക് പകരം ടെക്നോക്രാറ്റായ രാജീവ് BJP അധ്യക്ഷനാകുന്നത്.